الله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد يا سيدنا مولانا محمد. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, അതേപോലെ എൻ്റെ സുഹൃത്ത് ഉൾവൈസി, അതേപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ റമദാനിന്റെ പുണ്യമേറിയ രാത്രിയിലാണ് നാം പള്ളിയെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരും, അതേപോലെ മാതാപിതാക്കളെ, ഉസ്താദന്മാരെയും അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നാം നിലകൊള്ളുന്നത് റഹ്മത്തിന്റെ പത്തിലാണ്. റഹ്മത്തിന്റെ പത്ത് എന്ന് പറയുമ്പോൾ കേവലം ഈ പത്തിൽ മാത്രമല്ല റഹ്മത്ത് എല്ലാ ദിവസത്തിലും അള്ളാഹു എല്ലാ ജീവികളോടും, മനുഷ്യന്മാർ മാത്രമല്ല അള്ളാഹുവിന്റെ പടപ്പുകളെ, ജിന്നുകളും മറ്റുള്ള ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും അള്ളാഹു കരുണ കാട്ടുന്നവനാണ്. പക്ഷേ ഈ മഗ്ഫിറത്തിന്റെ പത്ത് അല്ലെങ്കിൽ ഇത്തക്കിന്റെ പത്ത്, ഇങ്ങനെ ഞങ്ങൾക്ക് ഉലമാക്കളാണ് പഠിപ്പിച്ചിരുന്നത് പ്രത്യേകമായിട്ട്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ റമദാൻ മാസം എന്ന് പറയുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ ഞങ്ങൾക്ക് പ്രത്യേകമായ ഈ റമദാൻ മാസത്തിനെ ഇറക്കി തന്നത്. അതിനെ നാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ റമദാൻ മാസത്തിനെ നല്ല രീതിയിൽ നാം ചെലവഴിക്കേണ്ടത്. ഖുർആൻ ഓതിക്കൊണ്ടും അതല്ലാതെ മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളെ ചെയ്തുകൊണ്ടായിരിക്കണം ഈ റമദാനിനെ നാം സ്വീകരിക്കേണ്ടത്. അവസാനം റമദാൻ കഴിയുമ്പോൾ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളോട് പറയണം, വേറെ ആരുമല്ല, ഞങ്ങൾ സ്വന്തം മനസ്സ്, അൽഹംദുലില്ലാഹ്, ഈ ഒരു റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇറക്കി തന്നതായ ഈ പ്രത്യേകമായ റമദാൻ, അല്ലാഹു ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുള്ള ഈ റമദാൻ മാസത്തിനെ ഞാൻ നല്ല രീതിയിൽ ചെലവഴിച്ചു എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسابقون السابقون أولئك المقربون. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ഞങ്ങളുടെ റമദാൻ എങ്ങനെയാണ് നന്നാകുന്നത് അതിനെ നാം പഠിക്കേണ്ടത്. റമദാനെ എങ്ങനെയാണ് കഴിച്ചു കൂട്ടേണ്ടത് നാം പഠിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട പൂർവ്വസൂരികൾ ജീവിതം കണ്ടുകൊണ്ടാണ് അവർ ഏത് രീതിയിലാണ് ഈ ഖുർആനിനെ, ഈ റമദാൻ മാസത്തിലോ എത്ര ഖത്മുകളാണ് തീർത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയതെന്ന് നാം അവരുടെ ജീവിതത്തെ പഠിച്ചു നോക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് അതേ രീതിയിൽ ഈ റമദാനെ സ്വീകരിക്കാനും അതേപോലെ നല്ല രീതിയിൽ കഴിച്ചു കൂട്ടാനും സാധിക്കും. ഞാൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിലേക്ക് അടുത്തവർ അവരാണ്. കാരണം ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആ മഹാന്മാർ നല്ല രീതിയിൽ ഇഖ്ലാസോട് കൂടെ നിസ്കരിച്ചുകൊണ്ട്, സദഖ ചെയ്തുകൊണ്ട്, നോമ്പ് നോറ്റുകൊണ്ട്, ഹജ്ജ് ചെയ്തുകൊണ്ടാണ് അവർ ഇവിടുന്ന് ജീവിച്ചു പോയത്. നാം അറിയണം, ഇമാം ദാറുൽ ഹിജ്റ, ഇമാമുൽ മദീന, ബഹുമാനപ്പെട്ട മസ്ഹബിന്റെ ഇമാമായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അവരുണ്ടല്ലോ, അവർ മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനത്തുൽ മുനവ്വറയിൽ സുദീർഘമായ 40 വർഷം ദർശനം നടത്തിയ മഹാവ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു. അവർകൾ വർഷത്തിൽ എല്ലാ ദിവസവും ദർസും അതേപോലെ ഫത്വയും നൽകുമായിരുന്നു. പക്ഷേ റമദാൻ മാസം അവരിലേക്ക് ആഗതമായാൽ, റമദാൻ മാസം കടന്നു വന്നാൽ മഹാപണ്ഡിതന്മാർ
പണ്ഡിതനായ മഹാസൂക്ഷ്മശാലിയായ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതായ ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റമദാൻ മാസം വന്നാൽ അവിടുന്ന് ദർസ് നിർത്തിവെക്കും. അതേപോലെ ഫത്വ കൊടുക്കുന്നതിൽ നിർത്തിവെക്കും. പിന്നെ എന്താണ് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഖുർആൻ ഓതും, ഖുർആൻ പാരായണം ചെയ്യും. ഒരു രാത്രി കൊണ്ടും ഒരു പകൽ കൊണ്ടും ഒരു ഖത്മ തീർക്കുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതേപോലെ ഞങ്ങളുടെ മസ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം അതുപോലെ തന്നെയായിരുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹും അതേപോലെ ആയിരുന്നു. അതേപോലെ താബിഈകൾ പ്രമുഖ പണ്ഡിതനായ ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവർ ഒരു ധിക്കാരിയായ ഒരു രാജാവിന്റെ കാലത്തായിരുന്നു അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ആ രാജാവിന്റെ ക്രൂരതയെ മനുഷ്യന്മാർക്ക് പച്ചയായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ രാജാവിനെ എതിർക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ പണ്ഡിതൻ. ഒരിക്കലുണ്ടല്ലോ ആ രാജാവിന്റെ സൈനികന്മാർ ഈ ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാൾ ചോദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ രാജാവ് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ അജല്ലുൽ ഖൽഖ് വ അഫ്ളലുൽ ഖൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയാണ്. അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോഴും അതേപോലെ മറ്റുള്ള സഹാബികളെ കുറിച്ച് ചോദിച്ചപ്പോഴും ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പുകഴ്ത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അവസാനം ഈ ക്രൂരനായ രാജാവോട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെയുള്ളവനാണ്, എന്നെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു ആ ക്രൂരനായ രാജാവിനെ പേടിക്കാതെ, നീ ഇവിടുന്ന് പോകണം, നീ അള്ളാഹുവിന്റെ അടയാളങ്ങളെ പറഞ്ഞു ചെയ്യുന്നവനാണ്, അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ മഹാന്മാരെ കൊന്നു കളയുന്നത് നീചമായ വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ അവന്റെ സൈനികരോട് ആ ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് കൊല്ലാൻ കൊല്ലുകയും ചെയ്തു. ആ മഹാനുണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് ഖത്ം തീർക്കുകയായിരുന്നു മുഅ്മിനീങ്ങളെ. അപ്പോൾ നാം അതേ രീതിയിൽ ഈ റമദാൻ മാസത്തിനെ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇറക്കിയതായ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് മടങ്ങാൻ വേണ്ടി വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദതു ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതായ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു ഞങ്ങളെ ആഹ്വാനിക്കുന്നുണ്ട്. ഖുർആനിൽ വളരെ വരണം, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് സ്പീഡിൽ വരണം എന്നാണ് അല്ലാഹു ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. ആ സ്വർഗ്ഗം ഉണ്ടാക്കിയത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. മുഅ്മിനീങ്ങളെ, നാം മുത്തഖീങ്ങളാണോ എന്ന് നാം മനസ്സിലാക്കണം. മുത്തഖി എന്ന് പറഞ്ഞാൽ, തഖ്വ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജിതനബു നവാഹിഹി, അല്ലാഹു കൽപ്പിച്ചതിനെ ചെയ്യുന്നവനും അതേപോലെ അല്ലാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞു ചെയ്യാതിരിക്കുന്നവനാണ്. നാം ഗൈബത്ത് പറയുന്നുണ്ടോ എങ്കിൽ ഞാൻ മുത്തഖീങ്ങളല്ല. നാം കളവ് പറയുന്നുണ്ടോ എങ്കിൽ ഞങ്ങൾ മുത്തഖീങ്ങളല്ല. മുത്തഖി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് അർഹതയുള്ളവനാണ്. അപ്പോൾ നാം കളവ് പറയുന്നവരാണെങ്കിൽ, ഫിത്ന ചെയ്യുന്നവരാണെങ്കിൽ, കക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയെ ദ്രോഹിക്കുന്നവരാണെങ്കിൽ, വാപ്പക്ക് എതിർ സംസാരിക്കുന്നവരാണെങ്കിൽ നാം ഒരിക്കലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അർഹരല്ല. അതുകൊണ്ട് ഈ റമദാനിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, അല്ലാഹുവിലേക്ക് രാത്രി നിസ്കരിച്ചുകൊണ്ട്, നല്ല രീതിയിൽ നോമ്പ് നോറ്റുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, നാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം മുഅ്മിനീങ്ങളെ. കാരണം ഈ റമദാൻ മാസം എന്നുള്ളത് ഖുർആനിന്റെ വാർഷികമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായി ഇറക്കപ്പെട്ടതായ ഈ ഖുർആൻ ഈ റമദാൻ മാസത്തിലാണ് അല്ലാഹു ഇറക്കിയത്.
ഒരക്ഷരം ഓതിയാൽ 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്നുള്ള നാം ഓതുകയാണെങ്കിൽ അല്ലാഹു ഞങ്ങൾക്ക് 30 പ്രതിഫലമാണ് നൽകുന്നത്. ഈ കൂലി എന്ന് പറഞ്ഞാൽ നാം പരിഹസിച്ച് കാണാൻ പാടില്ല. നമ്മളെ അക്കൗണ്ടുകളിൽ, ബാങ്കിന്റെ അക്കൗണ്ടുകളിൽ പൈസ വെക്കുന്നവരാണല്ലോ. അത് ഞങ്ങളെ ദുനിയാവിയായ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ മുഅ്മിനീങ്ങളെ. നാം ആഖിറത്തിന്റെ അക്കൗണ്ടുകൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? അത് സ്വലാത്ത് പറയൽ കൊണ്ട്, സദഖ ചെയ്യൽ കൊണ്ട്, അതേപോലെ മജ്ലിസുൻ നൂർ സ്വലാത്ത് മജ്ലിസുകൾ അവിടെ ഇരിക്കൽ കൊണ്ട്, അതേപോലെ ഖുർആൻ ഓതൽ കൊണ്ടാണ് മുഅ്മിനീങ്ങളെ നാളെ ആഖിറത്തിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്. നാളെ വലത് കയ്യിൽ ഞങ്ങൾക്ക് അല്ലാഹു കിതാബ് നൽകണമെങ്കിൽ, കാരണം വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോവുക. അപ്പോൾ വലത് കയ്യിൽ ഞങ്ങൾക്ക് കിതാബ് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ നല്ല കാര്യങ്ങൾ അധികമാവണം മുഅ്മിനീങ്ങളെ. അപ്പോൾ ഈ റമദാൻ എന്നുള്ളത് അതിന് സുവർണ്ണ അവകാശമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ കേട്ടതിനെയും നീ പറഞ്ഞതിനെയും സ്വാലിഹായ അമലാക്കി ഉൾപ്പെടുത്തണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارزقنا حج بيتك الحرام وزيارة حبيبك محمد صلى الله عليه وسلم مع الصحة والعافية والسلامة يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلك.